ഇന്നലെ അമേരിക്കൻ കോൺഗ്രസ്സിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയ പ്രസംഗം ലോകമാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തികച്ചും വസ്തുതാവിരുദ്ധവും പച്ചക്കള്ളവുമാണ് അവിടെ അദ്ദേഹം വിളമ്പിയത്. ഗസയിലെ റഫ അതിർത്തിയിൽ ഞാൻ സന്ദർശനം നടത്തുകയും അവിടെ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് സൈനിക മേധാവിയോട് അന്വേഷിച്ചപ്പോൾ 1400 ഹമാസ് പോരാളികൾ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും അതിലൊരൊറ്റ സിവിലിയൻ പോലും വധിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട്. അതായത് ഇസ്രായേൽ സൈന്യം സാധാരണക്കാരെ ആരും വധിക്കുന്നില്ല, കൊന്നത് മുഴുവനും ഈ പറഞ്ഞ 1400 ഹമാസ് പോരാളികൾ മാത്രമാണ് എന്ന പച്ചക്കള്ളം തട്ടിവിടുകയാണ് അദ്ദേഹം ചെയ്തത്. നിത്യേന എന്നോണം നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും നിർദാക്ഷിണ്യം അവിടെ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇത് വിളിച്ചു പറയുന്നതെന്ന് ഓർക്കണം. അമേരിക്കയെ തങ്ങളുടെ വരുതിയിൽ നിർത്താൻ വേണ്ടി നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ശത്രുക്കൾ അമേരിക്കയുടെയും ശത്രുക്കളാണ്. ഞങ്ങൾ സ്വയം സംരക്ഷിക്കുക മാത്രമല്ല, അമേരിക്കയെ സംരക്ഷിക്കുകയാണ്. ഞങ്ങളുടെ യുദ്ധം നിങ്ങളുടെയും കൂടി യുദ്ധമാണ്. ഞങ്ങളുടെ വിജയം നിങ്ങളുടെയും വിജയമാണ്. ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറബ് ലോകത്തിന് ആകമാനം ഭീഷണിയാണ്. യമനിലെ ഹൂത്തികൾക്കും ലബനാനിലെ ഹിസ്ബുല്ലക്കും നിർലോഭം സൈനിക സഹായം, സാമ്പത്തിക സഹായം ഒക്കെ ചെയ്തു കൊടുക്കുന്നത് ഇറാനാണ്. അതുകൊണ്ട് ഇറാനെ അടക്കി നിർത്തണം, അല്ലെങ്കിൽ ഇറാനെ പരാജയപ്പെടുത്തണം എന്നാണ് നെതന്യാഹു ആഹ്വാനം ചെയ്തത്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നത്, ഇത് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘടനമല്ല, മറിച്ച് പ്രാകൃതത്വവും സംസ്കാരവും തമ്മിലുള്ള സംഘടനമാണ്. അതായത് ഹമാസും ഹിസ്ബുല്ലയും ഹൂത്തികളൊക്കെ വെറും പ്രാകൃതരാണ്, തങ്ങൾ ഇസ്രായേലിലാണ് ഏറ്റവും സംസ്കാരം ഉള്ള ആളുകൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കുന്നവരെ സംബന്ധിച്ച് നെതന്യാഹു പറഞ്ഞത് അവർ ഇറാൻ്റെ ഉപഭോക്താക്കളായ വെറും വിഡ്ഢികൾ മാത്രമാണ്, അവർക്ക് ഇറാൻ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ നെതന്യാഹു പങ്കെടുത്ത ഈ പരിപാടിയിൽ നിന്ന് പല ഡെമോക്രാറ്റിക് അംഗങ്ങളും വിട്ടുനിൽക്കുകയുണ്ടായി. നെതന്യാഹുവിൻ്റെ US സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ നാഷണൽ ഇനിഷ്യേറ്റീവ് പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ മുസ്തഫ ബർഗൂസി നെതന്യാഹുവിൻ്റെ ഈ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത്, നെതന്യാഹു US കോൺഗ്രസിന് മുമ്പാകെ വിളമ്പിയത് വെറും പച്ചക്കള്ളം മാത്രമാണെന്നായിരുന്നു. വംശീയ ഉന്മൂലനവും ഗസക്കാരെ പട്ടിണിയിടുന്നതും ആയുധമാക്കിയ നെതന്യാഹുവിൻ്റെ കോൺഗ്രസ് അവിടെ ആതിഥ്യം നൽകിയത് തികച്ചും ലജ്ജാകരമാണ്. ഇത് കേവലം നാസി ജർമ്മനിയിലെ ഗീബൽസ് പറഞ്ഞ പച്ചക്കള്ളത്തിനേക്കാൾ ഭീകരമായി പോയി എന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. അമേരിക്കയോട് കൂടുതൽ സൈനിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നെതന്യാഹു തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.